ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട വലിയ പിതാവേ, അങ്ങാടിയത്ത് പിതാവേ, ശ്രാമിക്കൽ പിതാവേ, കൊല്ലംപറമ്പിൽ പിതാവേ, കോട്ടോസുന്ദരൂസച്ച, മോൺസിഞ്ഞോർ മലയപ്പറമ്പിൽ, ഒരു ബഹുമാനപ്പെട്ട കത്തീഡ്രൽ വികാരിച്ച, മേജർ സെമിനാരി റെക്ടേഴ്സ്, മറ്റ് വൈദികര്, സമർപ്പിതരെ, മാതാപിതാക്കളെ, ശംശാനമാരെ, നമ്മളുടെ ഭദ്രാസനത്തിൽ ഇന്ന് 12 ശംശാനമാര് ശ്യാമീല ശുശ്രൂഷ വഴി, കൈവെപ്പ് ശുശ്രൂഷ വഴി കർത്താവിൻ്റെ പുരോഹിതന്മാരായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണ്. നമ്മുടെ കർമ്മത്തിൻ്റെ പ്രധാന ഭാഗത്തേക്ക് ഉടനെ പ്രവേശിക്കുകയാണ്. രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ഈ 12 ശംശാനമാര്, അല്ലെങ്കിൽ ഏതാനും മണിക്കൂറിനുള്ളിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന 12 പുത്തൻ കൊച്ചച്ഛന്മാർ. അവർ നമ്മുടെ കേരളത്തിലെ 3 മേജർ സെമിനാരികളിൽ, മംഗലപ്പുഴയിലും വടവാതൂരും കുന്നത്തും വൈദിക പരിശീലനം നേടിയവരാണ്. അവരുടെ അധ്യക്ഷന്മാരും മറ്റ് പ്രധാനപ്പെട്ട വൈദികരും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെ ഞാൻ പ്രത്യേകമായി ഓർത്ത് നന്ദി പറയുന്നു. 12 വേദപുസ്തകത്തിൽ വളരെ പ്രതീകാത്മകമായ അർത്ഥമുള്ളതാണ്. ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾ, ഈശോയുടെ 12 ശിഷ്യന്മാര്, മർത്തുമറിയത്തിൻ്റെ ശിരസിലെ 12 നക്ഷത്രങ്ങൾ, 12 കല്ലുകൾ, യോർദാൻ നദിയിലെ വെളിപാട് പുസ്തകത്തിലെ ഒരു വൃക്ഷത്തിൻ്റെ 12 ഫലങ്ങൾ, എല്ലാം വളരെയേറെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. വേദപുസ്തകം നിറഞ്ഞു നിൽക്കുന്ന ഒരു തിട്ടപ്പെടുത്തലാണ് 12 എന്നത്. നമ്മുടെ ഈ രൂപത ഇന്ന് അനുഗ്രഹീതമാവുകയാണ്. വേദപുസ്തകത്തിൽ നിന്നുകൂടെ കൃത്യമായിട്ട് ഉരുത്തിരിയുന്ന ഈ 12 ശംശാനമാരുടെ വൈദിക പദവിയിലേക്കുള്ള ഉയർത്തൽ വഴി. വെളിപാട് പുസ്തകം 22:2 നഗരവീഥിയുടെ മധ്യത്തിൽ നദികളുടെ ഇരുഭാഗങ്ങളിലുമായി 12 തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവന്റെ വൃക്ഷം നിൽക്കുന്നത് ഞാൻ കണ്ടു. അത് മാസം തോറും ഫലം തരുന്നു. ആ വൃക്ഷത്തിൻ്റെ ഇലകൾ ജനതകളുടെ രോഗശാന്തിക്ക് വേണ്ടിയുള്ളതാണ്. നമ്മൾ ഇന്ന് മീനച്ചിലാറിൻ്റെ തീരത്ത് 12 തരം ഫലങ്ങൾ ലഭിക്കുമെന്നുള്ള അവർ വലിയ പ്രത്യാശയിലാണ് ഈ 12 പേരെ വൈദിക പദവിയിലേക്ക് ഉയർത്തുന്നത്. 12 തലങ്ങളിലുള്ള 12 തരത്തിലുള്ള ഫലങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ചുക്കനാനിക്കൽ ജോണ് ഉരുളികുന്നം വടവാതൂർ സെമിനാരിയിൽ പഠിച്ചു. അവരുടെ അധ്യക്ഷന്മാരുടെ ഓരോ നിരീക്ഷണമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ഹാർഡ് വർക്കിംഗ് ആൻഡ് ഗുഡ് കൺവിക്ഷൻ, ആ ഫലമാണ് അദ്ദേഹം കണ്ടത്. കടുതോടിയിൽ ജേക്കബ് അന്തീനാടുകാരൻ കുന്നോത്ത് സെമിനാരിയിൽ അധ്യക്ഷൻ പറഞ്ഞു, സംഗീതോപകരണങ്ങളും നല്ല നേതൃത്വ വാസനയും. കുടികണ്ണിൽ ജോണ്
കൂടല്ലൂരുടെ വക മംഗലപ്പുഴ സെമിനാരി നല്ല ലീഡർഷിപ്പും നല്ല ലാളിത്യവും ഉള്ള കുട്ടി. മരോട്ടിക്കൽ ജോസഫ് മണ്ണക്കനാട് കുന്നോത്ത് സെമിനാരി വെൽ മോട്ടിവേറ്റഡ് ആൻഡ് ഗുഡ് ലീഡർ. ഞാറ്റുതൊട്ടിയിൽ ജോർജ് കളത്തുകുടവ് മംഗലപ്പുഴ സെമിനാരി ഓണസ്റ്റ് ആൻഡ് സ്പിരിച്വൽ. കട്ടപ്പുഴ സെബാസ്റ്റ്യൻ ചെറുപ്പങ്കരുടെ വക കുന്നോത്ത് സെമിനാരി റിസർച്ച് മൈൻഡ് ആൻഡ് റീഡിംഗ്. ചെരുവൻകുന്നേൽ മാത്യു ശിവഗിരി മുട്ടം കുന്നോത്ത് സെമിനാരി ഇന്റലക്ച്വൽ കപ്പാസിറ്റി റീഡിംഗ് ഓഫ് തിയോളജി ആൻഡ് ബൈബിൾ. ചേവടപറമ്പിൽ ജോസഫ് രാമപുരം പടവാതൂർ സെമിനാരി സ്പിരിച്വൽ കൺവിക്ഷൻ, അതുപോലെ കൃത്യനിഷ്ഠ. വയലിൽ ജോൺ അരിവിത്തുറ മംഗലപ്പുഴ സെമിനാരി മിഷണറി സീൽ, ഹൈലി മോട്ടിവേറ്റഡ്. വെട്ടുകല്ലിൽ മാത്യു ഭരണജ്ഞാനം പടവാതൂർ സെമിനാരി സോളിഡ് കൺവിക്ഷൻസ് ആൻഡ് ഹാർഡ് വർക്കിംഗ്. വെട്ടുകല്ലാമ്പുറത്ത് ജോസഫ് മണിയംകുന്നം പടവാതൂർ സെമിനാരി പഠന മികവ്, ഹൈലി സ്പിരിച്വൽ. വില്ലന്താനം ആന്റണി കുടനാട് മംഗലപ്പുഴ സെമിനാരി നല്ല പെരുമാറ്റവും നല്ല പഠനവും. മീനച്ചിലാറിൻ്റെ തീരത്ത് നിൽക്കുന്ന 12 വൃക്ഷങ്ങളുടെ ഈ 2 തരത്തിലുള്ള ഫലങ്ങളെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിച്ച രക്ഷന്മാർ എഴുതി തന്നിരിക്കുന്നത് ഞാൻ ഈ സമൂഹത്തിന് വേണ്ടി ഒന്ന് ഓർമ്മിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. നല്ല ഫലങ്ങൾ തരുന്ന ജീവന്റെ വൃക്ഷങ്ങളായിട്ട് നിങ്ങൾ ഇന്നു മുതൽ ഈശോയുടെ അച്ഛന്മാരായിട്ട് മാറുകയാണ്. ഇന്നത്തെ സുവിശേഷം മത്തായിയുടെ സുവിശേഷം 4:18 മുതലുള്ള 6 തിരുവചനങ്ങളാണ് നമ്മൾ കേട്ടത്. ഗലീലിയ തടാകം, ഈശോ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവിടെ 2 ശിഷ്യന്മാരെ, 2 മനുഷ്യരെ കണ്ട് അവിടെ കർത്താവ് ശിഷ്യന്മാരാക്കുന്ന ആ സംഭവമാണ്. പത്രോസും അദ്ദേഹത്തിൻ്റെ സഹോദരൻ യോഹന്നാനും ഇവർ പ്രൊഫഷണലായിട്ടുള്ള മീൻപിടുത്തക്കാരാണ്. ജീസസ് ഈസ് ഗ്യാദറിംഗ് ഡിസൈപ്പിൾസ് ടു ഹിംസെൽഫ്. തന്നോട് തന്നെ ശിഷ്യന്മാരെ കൂട്ടിച്ചേർക്കുകയാണ്. അവരെ കണ്ടു, അവരോട് സംസാരിച്ചു. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. നിങ്ങളിപ്പോൾ മീൻ പിടിക്കുകയാണ്, കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. ക്യാച്ച് പീപ്പിൾ, മനുഷ്യരെ പിടിക്കുന്ന മുഖവരായിട്ട് നിങ്ങളെ ഞാൻ മാറ്റാം. പിന്നീട് ഏതാനും സമയം കഴിഞ്ഞപ്പോൾ അല്പം കൂടെ മുമ്പോട്ട് പോകുമ്പോൾ യാക്കോബിനെയും യോഹന്നാനെയും കാണുന്നു. അവരോടും ഈശോ തന്നെ അനുഗമിക്കാൻ പറഞ്ഞു. വളരെ അമേസിംഗ് ആയിട്ടുള്ള പ്രോംപ്റ്റ്നെസ്സിനോടുകൂടി അവരും വേഗത്തിൽ വഞ്ചിയും അവരുടെ അപ്പനെയും എല്ലാം ഉപേക്ഷിച്ച് ഈശോയുടെ കൂട്ടത്തിൽ കൂടുകയാണ്. അവിടെ നമ്മൾ കാണുന്ന ഒരു സത്യം, ഈ വിളി സ്വീകരിക്കുന്നവര് അവരുടെ മാതാപിതാക്കളെയും അവരുടെ ജീവനോപാധികളെയും ഉപേക്ഷിക്കുകയാണ്. നമ്മൾ ഹൃദയത്തിലെടുക്കേണ്ട ഒരു മാനം അതിനുണ്ട് എന്ന് ഞാൻ കരുതുന്നു. വേദപണ്ഡിതന്മാർ പറയാറുണ്ട്, ഈശോ ചെയ്ത ആദ്യത്തെ അത്ഭുതം, ഈശോ വിളിച്ച ഈ ആദ്യത്തെ 4 ശിഷ്യന്മാരാണ്, അല്ലെങ്കിൽ പിന്നീട് ശ്ലീഹന്മാരാണ് എന്ന്. അവരെ വിളിച്ചതും അവരെ കൂട്ടത്തിൽ പോകുന്നതും അവര് നിമിഷം പ്രതി ഒന്നും ആലോചിക്കാതെ എല്ലാം ഉപേക്ഷിച്ച് ദാവീദിന്റെ കൂട്ടത്തിൽ പോകുന്നതാണ് ഏറ്റവും വലിയ മിറക്കിൾ, സുവിശേഷം കാണുന്ന ഏറ്റവും വലിയ മിറക്കിൾ എന്ന്. ഐ വിൽ മേക്ക് യു, ഞാൻ നിങ്ങളെ ആക്കി തീർക്കും, പ്രാപ്തിയുള്ളവരാക്കും മനുഷ്യരെ പിടിക്കാനായിട്ട്. വളരെ വ്യത്യസ്തമായ ആഭിമുഖ്യങ്ങൾ അവിടെ കർത്താവ്
അവർക്ക് നൽകുകയാണല്ലോ. അതിപുരാതനമായ ഒരു ബൈബിൾ വേർഷനിൽ ഐ വിൽ ക്യാച്ച് യു ഫിഷേഴ്സ് ഓഫ് മെൻ എന്നതിന് പകരം ഐ വിൽ മേക്ക് യു ഫിഷ് ഫോർ മൈ പീപ്പിൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. എത്രയോ അർത്ഥവത്തായ ഒരു കാര്യമാണ്. ഐ വിൽ മേക്ക് യു ഫിഷ് ഫോർ മൈ പീപ്പിൾ. നിങ്ങൾ നിങ്ങളുടെ വീടും നിങ്ങളുടെ തൊഴിലും ഉപേക്ഷിക്കുമ്പോൾ എൻ്റെ ജനത്തിന് നല്ല ഭക്ഷണമായിട്ട് നിങ്ങളെ ഞാൻ മാറ്റും, നിങ്ങൾ മാറും. അത് നമ്മളുടെ പൗരോഹിത്യ ശുശ്രൂഷയിൽ നമുക്ക് കിട്ടുന്ന വലിയൊരു ആശ്വാസമായിരിക്കാം. തിരുപ്പിറവിയുടെ പരിസരങ്ങളിലെല്ലാം നാം നിരന്തരമായിട്ട് വായിക്കുകയും കാണുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു വല്യച്ഛനാണല്ലോ ശക്കറിയ. വലിയ മഹിമയുള്ള പാരമ്പര്യം. ദൈവസന്നിധിയിൽ നീതിബോധത്തോടെ നടന്നു, ദേവാലയത്തിൽ ധൂപമർപ്പിക്കുന്നു, പ്രാർത്ഥനാവേളയിൽ ദർശനം ലഭിക്കുന്നു, മഹാനായ പുത്രന്റെ മഹാനായ പിതാവായി ചേരാനുള്ള ഭാഗ്യം ലഭിക്കുന്നു. അങ്ങനെ വലിയൊരു അച്ഛൻ യഹൂദ പാരമ്പര്യത്തിൽ നമ്മുടെ തിരുപ്പിറവിയിലേക്ക് വരുമ്പോൾ ഈ അച്ഛനെ കണ്ടും കേട്ടും പഠിച്ചാണ് നമ്മൾ വരുന്നത്. ഇതെല്ലാം അദ്ദേഹത്തിനുണ്ടെന്ന് പറയുമ്പോഴും വാർദ്ധക്യത്തിലെത്തിയിട്ടും മക്കളില്ലാത്തതിൻ്റെ വലിയ പ്രയാസങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ധൂപാർപ്പണ സമയത്ത് ദൈവദൂതൻ വന്നപ്പോഴും അവിശ്വാസത്തിൻ്റെ ഒരു നിഴൽ ആ വല്യച്ഛൻ്റെ മേല് വീഴുന്നുണ്ടായി. കാരണം ദൈവദൂതൻ പറഞ്ഞത് മുഴുവനായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാതെ പോവുകയാണ്. അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ, വിശ്വാസമില്ലാത്തവൻ പ്രസംഗിക്കരുത്. ദൈവദൂതൻ പറഞ്ഞ കാര്യം വിശ്വസിക്കാത്തത് കൊണ്ട് നീ മൗനം ദീക്ഷിക്കണം. ഒരു മുനിയെ പോലെ നീ കഴിഞ്ഞുകൂടണം. എലിസബത്ത് പുത്രനെ പ്രസവിക്കുന്ന സമയം വരെ 9 മാസം നിന്റെ ഉള്ളിൽ ഈ ഒരു വലിയ സത്യം കാത്തു സൂക്ഷിച്ച് പ്രാർത്ഥനയിൽ മാത്രം കഴിയണം. ഒരു മൗന വാൽമീകം എന്ന് നമ്മൾ പറയുന്നത് പോലെ വിശ്വാസമില്ലാത്തവൻ പ്രസംഗിക്കരുത്. ഒരുപാട് വേദനിച്ചു. കുഞ്ഞു പിറക്കുന്ന സമയമായപ്പോൾ യോഹന്നാൻ എന്ന് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞു. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ, മഹാനായ പുത്രന്റെ മഹാനായ പിതാവ് അദ്ദേഹം ദൈവത്തെ സ്തുതിച്ചു. ബെനഡിക്ടോസ് എന്നറിയപ്പെടുന്ന ആ ഗീതം, കീർത്തനം സക്കറിയായുടെ സുവിശേഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറുകയാണ്. തേജസ്വിയായ ഒരു വിളക്ക് പോലെ ഒരു മകൻ തനിക്ക് ലഭിച്ചു എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വികാരം പാട്ടായിട്ട്, ദൈവസ്തുതിപ്പുകളായിട്ട് പുറത്തു വരുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മളും 12 വർഷങ്ങൾ ഇതിനു വേണ്ടി ഒരുങ്ങി. 12 വർഷങ്ങളിൽ നിങ്ങളുടെ മൗന പ്രാർത്ഥനയും നിങ്ങളുടെ പഠനവും ഇന്ന് നിങ്ങളെ ഇവിടെ ഇതുപോലെ ഇരുത്താനായിട്ട് യോഗ്യരാക്കി. നിങ്ങളാ ദിവസങ്ങളിലെല്ലാം നാളുകളെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. ആദ്യ കുർബാനയും അന്ന് നിങ്ങൾ നടത്തുന്ന തിരുവചന പ്രഘോഷണം. 12 വർഷങ്ങൾ ദീർഘമായൊരു കാലഘട്ടമാണ്. 1 തിമോത്തി 5:22 പൗലോസ് ആർക്കെങ്കിലും കൈവെപ്പ് നൽകുന്നതിൽ ഒരിക്കലും തിടുക്കം കൂട്ടരുത്. ആർക്കെങ്കിലും കൈവെപ്പ് നൽകുന്നതിൽ ഒരിക്കലും തിടുക്കം കൂട്ടരുത്. 12.5 വർഷം കഴിഞ്ഞാണ് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരു തിടുക്കവും കൂട്ടിയിട്ടില്ല. നിങ്ങളെ വിടാവുന്ന വഴികളിലൂടെ എല്ലാം കടത്തിവിട്ടി.
റീജൻസിക്ക് വിട്ടു നോക്കി, കോളേജിൽ വിട്ടു നോക്കി, മിഷൻ ദേശത്ത് വിട്ടു നോക്കി, ഒരു തിടുക്കവും കാണിച്ചില്ല. അവിടെയെല്ലാം നിങ്ങൾ കർത്താവിനെ കൂട്ടുപിടിച്ച് ഇന്ന് നിശുദ്ധമായ ഈ കാര്യത്തിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. എപ്പോഴും നമുക്ക് ആവശ്യം സുവിശേഷത്തോടുള്ള ബന്ധമാണ്. തിരുവചനം, പ്രത്യേകിച്ച് സുവിശേഷം നല്ലതുപോലെ പഠിക്കാതെ നമുക്ക് പരിശുദ്ധ കുർബാന അർപ്പിക്കാനും തിരുവചനം പ്രഘോഷിക്കാനും സാധ്യമല്ല. സുവിശേഷം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ഭാഗമായിട്ട് മാറണം. ജേക്കബ് സെറൂഗ്, സുറിയാനി സഭയിലെ വലിയൊരു പണ്ഡിതൻ പറഞ്ഞു, ടേൺ യുവർ ഇയർ, ചെവി, ടുവേഴ്സ് ദ ഡിവൈൻ ബേമ. ബേമായിലേക്ക് നിങ്ങളുടെ ചെവികളെ വളയ്ക്കുക. ആൻഡ് റിസീവ് ഫ്രം ഇറ്റ് പ്രഷ്യസ് പേൾസ്. ബേമായിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്ന അതിമനോഹരമായ ആ മുത്തുകളെ സ്വീകരിക്കുക. ലേൺ ആൻഡ് ബിലീവ് ദാറ്റ് ദ ടെസ്റ്റമെന്റ്സ് ആർ റിവീൽസ്. പഴയതും പുതിയതും നമ്മളിപ്പോൾ കേട്ടു. നിങ്ങൾ മനസ്സിലാക്കണം, അത് വലിയ തടാകങ്ങളാണ്. For in both of them you have life that has no ends. ഇത് രണ്ടിലും ഒരിക്കലും അവസാനിക്കാത്ത ജീവനാണുള്ളത്. Listen to the New Testament and pay heed to the Old Testament and realize that in both one and the same truth is spoken to you. നമ്മുടെ ആഘോഷമായ പരിശുദ്ധ കുർബാനയിൽ രണ്ട് ടെസ്റ്റമെന്റുകളും നമ്മൾ വായിക്കുന്നത് ഒരേ സത്യമാണ് ഇത് രണ്ടിലും പറഞ്ഞിരിക്കുന്നത് എന്നതുകൊണ്ടാണ്. നമ്മൾ തിരുവചനം വായിച്ച് പഠിച്ച് കർത്താവാരാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് പൗരോഹിത്യത്തിൻ്റെ മാഹാത്മ്യവും അറിയുന്നത്. സുവിശേഷം ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ബെയാറ്റിറ്റ്യൂഡ്സ് ആണ്. ബെയാറ്റിറ്റ്യൂഡ്സിൽ മറഞ്ഞിരിക്കുന്നത് ഈശോയാണ്. അഷ്ടഭാഗ്യങ്ങൾ ഈശോ തന്നെയാണ്. ആ ഈശോയെ മനസ്സിലാക്കാനായിട്ട് നിരന്തരമായിട്ട് നമ്മൾ സുവിശേഷം പഠിക്കുകയും ആ സുവിശേഷത്തിൻ്റെ അന്തരാർത്ഥങ്ങൾ ഗ്രഹിക്കുകയും ചെയ്യണം. സെന്റ് അഗസ്റ്റിൻ പറഞ്ഞു, അച്ഛന്മാരെ കുറിച്ച്, പിതാക്കന്മാരെ കുറിച്ച് പ്രസംഗിക്കുക, തിരുത്തുക, പടുത്തുയർത്തുക, സ്വയം നവീകരിക്കുക, ഇവയെല്ലാം ആഴമേറിയ ചുമതലകളാണ്. ആരാണ് ഇതിൽ നിന്ന് ഓടി അകലാൻ ആഗ്രഹിക്കാത്തത്? എന്നാൽ സുവിശേഷത്തോടുള്ള സ്നേഹം അല്ലെങ്കിൽ സുവിശേഷം എന്നെ വിടാതെ പിന്തുടരുകയാണ്. അല്ലെങ്കിൽ പോയത് അതാണ് സെന്റ് അഗസ്റ്റിൻ പറയുന്നത്. ഒരുപാട് വിമർശനങ്ങളും തെറ്റിദ്ധാരണകളും തള്ളിക്കളയലും എല്ലാം മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോഴും സുവിശേഷം വിടാതെ എന്നെ പിന്തുടരും. എനിക്ക് നിങ്ങളോടും പറയാൻ ഉള്ള കാര്യം അതാണ്. സുവിശേഷം ആയിരിക്കണം നമ്മളുടെ അനുപാലന ശുശ്രൂഷകളുടെ ഏറ്റവും കേന്ദ്രസ്ഥാനത്തുള്ള കാര്യം. ആ സുവിശേഷ ബോധ്യം നമുക്കുള്ളപ്പോഴേ പരിശുദ്ധ കുർബാനയെക്കുറിച്ചും മറ്റ് പ്രാർത്ഥനകളെക്കുറിച്ചും നമുക്ക് നല്ല അറിവുണ്ടാവുകയുള്ളൂ. പരിശുദ്ധ ബെനഡിക്ട് പിതാവ് വിയന്നയിൽ ഒരു മെൻ റിലീജിയസ് കോൺഗ്രിഗേഷനിൽ സിസ്റ്റേഷ്യൻ ആശ്രമത്തിൽ 2007 കുർബാന മധ്യേ പറഞ്ഞു,
ലോകത്തിനു വേണ്ടിയുള്ള നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ കുർബാന അർപ്പണവും യാമ പ്രാർത്ഥനകളുമാണ്. ഒരു വൈദികന് ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി ഈ ശുശ്രൂഷയേക്കാൾ മഹത്തരമായി മറ്റൊന്നും ചെയ്യാൻ സാധ്യമല്ല. തിരുവചനം പോലെ നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒരു സന്ദേശമാണ് പരിശുദ്ധ പിതാവിൻ്റേത്. പരിശുദ്ധ കുർബാനയും യാമ പ്രാർത്ഥനയും. അതുകൊണ്ട് സുവിശേഷത്തിൻ്റെ ഹൃദയം, ആരാധനാക്രമത്തിൻ്റെ മർമ്മം, സഭാചരിത്രത്തിൻ്റെ നേർവഴികൾ, പാരമ്പര്യത്തിൻ്റെ ഉൾക്കാഴ്ച, അച്ചടക്കത്തിൻ്റെ നൊബിലിറ്റി, ഇതൊക്കെ തിരിച്ചറിയുമ്പോഴാണ് ഒരച്ഛൻ ഇന്ന സഭയിലെ നല്ലൊരു ശുശ്രൂഷകനാണെന്ന് ആർക്കും മനസ്സിലാകുന്നത്. അദ്ദേഹത്തിൻ്റെ കുർബാനയർപ്പണവും അദ്ദേഹത്തിൻ്റെ യാമപ്രാർത്ഥനയും ഇതര പ്രാർത്ഥനകളും കാണുമ്പോൾ കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകും ഈ അച്ഛൻ ഇന്ന സഭയിലെ നല്ലൊരു അച്ഛനാണ്. പരിശുദ്ധ പിതാക്കന്മാര് നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നിസ്സാര വാക്കുകളായിട്ട് എടുക്കരുത്. ഈ കാര്യങ്ങളിൽ നമുക്ക് വ്യക്തമായ ബോധ്യമില്ലെങ്കിൽ ഇന്നും അച്ഛന്മാരെ പൊതുജനം കുറ്റം പറയുന്നത് ഈ അച്ഛന് നല്ലതുപോലെ കുർബാനയെല്ലാം അറിയത്തില്ല, ഈ അച്ഛൻ ചൊല്ലുന്നത് തിരിയുന്നില്ല, ഈ അച്ഛന് സുവിശേഷം വായിച്ചിട്ട് അതിൻ്റെ വ്യാഖ്യാനമല്ല നൽകുന്നത്, അച്ഛൻ ഒരിക്കലും വൈദിക നമസ്കാരം യാമപ്രാർത്ഥന ചൊല്ലുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. വലിയ വലിയ പോരായ്മകൾ ദൈവജനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് പിതാവ് പറഞ്ഞത് ഇതിനേക്കാൾ മഹത്തരമായിട്ട് നമുക്ക് മറ്റൊന്നും ചെയ്യാനില്ല. ആദ്യത്തെ കൗൺസില് നിക്കയാ സിനോദോസ് കഴിഞ്ഞിട്ട് 1700 വർഷങ്ങളാവുകയാണ്. ഒരുപാട് അതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഒരുപാട് ആളുകളും മാനുഷികമായ പ്രവൃത്തികൾ, എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്ക് മാറുന്നു. ഹ്യൂമൻ ആക്ടിവിറ്റീസ്, മനുഷ്യത്വപരമായ സമീപനം, അതെല്ലാം വേണം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ കൗൺസില് കൂടിയത് തിയോളജി പഠിപ്പിക്കാൻ വേണ്ടിയാണ്. സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവം ആണ് ഈശോ. ഈശോ പിതാവിൻ്റെ സത്തയോട് സമനാണ്. പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളാണ്. ആ വ്യക്തി പൂർണ്ണ മനുഷ്യനുമാണ്. ഇത് രണ്ടും തമ്മിലുള്ള പാരസ്പര്യം നമ്മൾ ഉൾക്കൊള്ളാതെ എന്ത് എഴുതിയാലും പ്രവർത്തിച്ചാലും സഭയുടെ പ്രബോധനത്തിന് വിരുദ്ധമായി പോവുകയാണ്. ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ആര്യസ് പറഞ്ഞല്ലോ, ഈശോ നല്ല മനുഷ്യനാണ്, എല്ലാവരോടും വർത്തമാനം പറയും, ആരെ കണ്ടാലും ചിരിക്കും, ആരുടെ കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കും, അതാണ് വേണ്ടത്. അവിടെ വന്ന പ്രശ്നം, അദ്ദേഹം ഈശോയുടെ ദൈവത്വം പഠിച്ചില്ല, പറഞ്ഞില്ല എന്നതാണ്. ആളുകൾക്ക് വലിയ ഇഷ്ടമാണ് ഈ രണ്ടാമത് പറഞ്ഞത്. അന്ന് ഒട്ടനവധി പിതാക്കന്മാരും വൈദികർക്കെല്ലാം അരിയൂസ് പറഞ്ഞത് കേട്ടു. പക്ഷേ ദൈവം ഇടപെട്ട് ഈ കൗൺസില് കൊണ്ടുവന്നു. അതല്ല ശരി. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും. ഇന്ന് ദൈവ ഭാഷ സംസാരിക്കുന്നത് കുറവാണ്. ദൈവത്തെക്കുറിച്ച് പറയാൻ പലർക്കും പേടിയാണ്. ദൈവം അൺപോപ്പുലറായി കൊണ്ടിരിക്കുകയാണ് യൂറോപ്പിലും അമേരിക്കയിലും എല്ലാം. ഈശോ എന്ന് പറഞ്ഞാൽ കുട്ടികൾ കേട്ടിട്ട് പോലുമില്ല. അതിൻ്റെ അർത്ഥം ആരും പഠിപ്പിക്കുന്നില്ല. നിക്കയാ സിനോദോസിന്റെ 1700 വർഷത്തിലേക്ക് നമ്മൾ 2 ദിവസം കഴിയുമ്പോൾ പ്രവേശിക്കുകയാണ്. 2025 എല്ലാ അച്ഛന്മാരും അവരുടെ പ്രബോധനങ്ങളിൽ ഈ സത്യ ദൈവമായ ഈശോയെ കുറിച്ച് പറയണം, ദൈവത്തെ കുറിച്ച് സംസാരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ നല്ല സമഗ്ര സ്വഭാവമുള്ള പ്രബോധനം കൊടുക്കുന്ന ആളുകളായിട്ട് മാറുകയുള്ളൂ. ആ കൂട്ടത്തിൽ മാനുഷികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വേണം.
പക്ഷെ മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നടത്തി മറ്റുള്ളതെല്ലാം നമ്മൾ വിട്ടുകളയുമ്പോൾ നമ്മൾ വെറും സോഷ്യൽ വർക്കേഴ്സ് അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളൊക്കെ മാറുകയാണ്. നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് വിമാനം പറത്താനല്ല, AI ആളുകളെ രൂപീകരിക്കാനല്ല, ഈശോയെ കുറിച്ച് പറയാൻ, സുവിശേഷം പ്രസംഗിക്കാൻ, വിശുദ്ധരായ പുണ്യാത്മാക്കളെ കുറിച്ച് സംസാരിക്കാനാണ്. അങ്ങനെയുള്ള ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. അങ്ങനൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സുവിശേഷം നമ്മൾ നല്ലതുപോലെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നില്ലെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞ സത്യദൈവമായ ഏകരക്ഷകനായ ഈശോയെ നമ്മൾ പ്രഘോഷിക്കുന്നില്ലെങ്കിൽ നമ്മൾ പ്രതിസന്ധിയിലാവുകയാണ്. ഉപ്പാകാൻ കഴിയാതെ നമ്മൾ വെറും നല്ല വാക്കുകൾ പറഞ്ഞ്, പഞ്ചസാര കലർത്തിയ വാക്കുകൾ പറഞ്ഞ് അങ്ങ് പോവുകയാണ്. Salt preserves what is best in the society around us. നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ എന്താണോ, ഏറ്റവും നല്ല മൂല്യങ്ങൾ എന്താണോ അതിനെ പ്രിസർവ് ചെയ്യുന്ന സാൾട്ടായിട്ട്, ഉപ്പായിട്ട് നമ്മൾ മാറും. അത് മനസ്സിലെടുക്കാതെ ഉപേക്ഷിച്ച് കളഞ്ഞ് നമ്മൾ മാറുമ്പോൾ നമ്മൾ വഴിതെറ്റുകയാണ്. നമ്മൾ പ്രകാശമാണ്. Preach our light by which people around us come to see what is worth seeing. എന്താണോ കാണേണ്ടത്, എന്താണോ കാണാൻ കൊള്ളാവുന്നത്, അതിനെ കാണിച്ചു കൊടുക്കുക എന്നതാണ് ഒരു പുരോഹിതൻ പ്രകാശമാണ് എന്ന് പറയുമ്പോൾ. ഉപ്പാകാൻ കഴിയാതെ വെറും പഞ്ചസാരയായിട്ട് തരം താഴുമ്പോൾ, പുതുവീഞ്ഞാകാൻ കഴിയാതെ വെറും വിനാഗിരിയായിട്ട് മാറുമ്പോൾ, പ്രകാശമാകാൻ കഴിയാതെ കേവലം മിന്നാമിനുകൾ മാത്രമായിട്ട് അസംബന്ധിക്കുമ്പോൾ, അഗ്നിയാവാൻ കഴിയാതെ കൂടെ കൂടെ ചാരമായി പോകുമ്പോൾ ഓരോ വൈദികനും സങ്കടത്തിലേക്കാണ് മാറുന്നത്. വൈദികന്റെ സങ്കടം ഒരു പാതിയിൽ പവിത്രമായ പുരോഹിത വിചാരങ്ങളുടെ ചിന്തയാണെങ്കിൽ, മറുപാതിയിൽ പ്രലോഭനങ്ങളുടെ പ്രഹേളികളാണ്. ഒരു രാത്രിയിൽ ജയിച്ചതിൻ്റെ ഭാവം ആണെങ്കിൽ, അടുത്ത രാത്രിയിൽ തോറ്റതിൻ്റെ ഭാരമായിരിക്കും. ഒരു കുർബാനയിൽ കുന്തിരിക്കം മണക്കുമ്പോൾ അടുത്ത കുർബാനയിൽ കുറ്റബോധമായിരിക്കാം നമ്മളുടെ നാശാരന്ധ്രത്തിലൂടെ പുറത്തു വരുന്നത്. ഈ ദ്വന്ദ്വ ഭാവങ്ങളുടെ ഇരട്ട യുദ്ധത്തിൽ നിരന്തരം പോരാടുന്നവരാണ് അച്ഛന്മാർ. നമ്മളത് മനസ്സിലാക്കും. ബലഹീനമായ മൺപാത്രങ്ങളാണ് നമ്മൾ. കർത്താവിനെ കൂട്ടുപിടിക്കാതെ മറ്റാരെ നമ്മൾ കൂട്ടുപിടിച്ചാലും നമ്മൾ വരുന്ന വഴികള് നല്ലതല്ല, മാറിപ്പോകും, വീണുപോകും. അതെല്ലാമാണ് ഈ സുവിശേഷം നമുക്ക് നൽകുന്നത്. ആദ്യ 4 പേരെ കർത്താവ് വിളിക്കുന്നത്, അതാണ് ഏറ്റവും വലിയ അത്ഭുതമെങ്കിൽ, നമ്മൾ ദിശാബോധമില്ലാതെ വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ വഴിതെറ്റി സഞ്ചരിക്കുന്ന നക്ഷത്രങ്ങൾ പോലെ ആകരുത്. നല്ല ഇടയന്മാര്, മനുഷ്യരെ പിടിക്കുന്ന ഇടയന്മാര്, ഏത് മനുഷ്യനെ കണ്ടാലും ഈശോയെക്കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും അവരോട് പറയാനും അങ്ങനെ നല്ല മാനുഷിക ബന്ധം നിലനിർത്താനും നമുക്ക് കഴിയും. എല്ലാ മാനുഷിക ബന്ധങ്ങളും സർവീസും നല്ലതാണ്. ലാസ്റ്റിംഗ്, ഭർത്താവ് വലിയ ശുശ്രൂഷ ചെയ്തു, ഇത് ലാസ്റ്റിംഗ് ആണ്. പക്ഷേ മേരി ചോസ് ദ എവർലാസ്റ്റിംഗ്. മർത്ത ചോസ് ദ ലാസ്റ്റിംഗ്. നിങ്ങളൊരു രോഗിയെ
കാണുന്നു, എടുത്തു, കഴുകി, വൃത്തിയാക്കി ആശുപത്രിയിൽ കൊണ്ടുപോയി. ലാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ മേരി ചോസ് ദ എവർലാസ്റ്റിംഗ്. ആ രോഗിയുടെ കൂട്ടത്തിൽ അല്പം ഈശോയെ കൂടെ കൂട്ടിക്കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കങ്ങനെ ആ ഒരു നിശ്ചയദാർഢ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. ദൈവത്തെക്കുറിച്ച് സംസാരിക്കാതെ കടന്നു പോകുന്ന വൈദികരുടെ എണ്ണം കൂടി വരുന്ന നാളുകളാണ്. ദൈവത്തെ നമ്മൾ അൺപോപ്പുലറാക്കരുത്. ദൈവം നമ്മളിലൂടെയാണ് പോപ്പുലറാകേണ്ടത്. വേദപുസ്തകം വളരുന്നത് നമ്മൾ വായിക്കുമ്പോഴാണ്. വേദപുസ്തകം ലോകത്തിന്റെ അതിർത്തികൾ വരെ എത്തുന്നത് നമ്മളത് വ്യാഖ്യാനിക്കുമ്പോഴാണ്. വേദപുസ്തകം ലോകത്തിലെ എല്ലാ മനുഷ്യരും സ്വന്തമാക്കുന്നത് നമ്മളത് ജീവിച്ചു കാണിക്കുമ്പോഴാണ്. പരമപ്രധാനമായ ആ കാര്യം വേദപുസ്തക വായനയും പരിശുദ്ധമായ സമ്പൂർണമായ ബലിയർപ്പണവും യാമപ്രാർത്ഥനയും എല്ലാം നമ്മൾ നടത്തുമ്പോൾ നമുക്ക് സഭയിലെ മരുഭൂമി പിതാക്കന്മാരെ കുറിച്ചും ദേറാക്കാരെ കുറിച്ചും മോണസ്ട്രികളിലുള്ള പ്രാർത്ഥനയിലിരിക്കുന്ന അച്ഛന്മാരെ കുറിച്ചും സമർപ്പിതരെ കുറിച്ചുള്ള വലിയ ആത്മാഭിമാനം നമുക്കുണ്ടാകും. നമ്മുടെ രൂപതയിൽ നല്ല ദേറാകളുണ്ടാകണം. നമ്മളതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ യാമങ്ങളിലും പ്രാർത്ഥിക്കുന്ന അച്ഛന്മാർ ഒരുപാട് പേര് വേണ്ട, എല്ലാവർക്കും അങ്ങനെ ആകാൻ സാധ്യമല്ല. 8-10 പേരെങ്കിലുമുള്ള ഒരു ദേറ പലായുടെ പട്ടണത്തിന്റെ നടുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും വലിയ ഒരു ഇടവക സമൂഹത്തിൽ ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോഴാണ് സഭയുടെ ആത്യന്തികമായിട്ടുള്ള അർത്ഥം. ആ ദേറായിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ശക്തി ലഭിക്കും. എല്ലാ അച്ഛന്മാരും മിഷണറിമാരാണ്. ഒരച്ഛനെ കുറിച്ച് മാത്രമേ 12 പേരിൽ അവരുടെ അച്ഛൻ മിഷണറി ഭീഷണിയുള്ളതാണെന്ന് പറഞ്ഞു. ബാക്കി എല്ലാവർക്കും ഉണ്ട്. എന്നാലും മറന്നുപോയതല്ല, പ്രകടമായിട്ട് അദ്ദേഹത്തിന് കാണാൻ പറ്റിയത്. ഞാനത് പ്രകടമായിട്ട് കാണിച്ചോളാം. നമുക്ക് 3-4 മിഷൻ കേന്ദ്രങ്ങളുണ്ട്. ഞാൻ പണ്ടും പറഞ്ഞതാണ്, നിങ്ങളുടെ അപ്പനും അമ്മയും ചോദിക്കണം, നിന്നോട് മാത്രം എന്താണ് പിതാവ് മിഷന് പോകാമെന്ന് ചോദിക്കാത്തത്? നിന്നെ മാത്രം എന്താണ് അതിലുപാതിലും ഗുജറാത്തിലും തക്കലേക്കൊക്കെ വിടാത്തത് എന്ന് നിങ്ങൾ മാതാപിതാക്കൾ ചോദിക്കണം. അവിടെ ഓരോ വീട്ടിൽ നിന്നും 60 പേരും വീട്ടിലുണ്ട്. നിങ്ങൾ ചോദിക്കണം, നിന്നോട് എന്താ പിതാവിനത്തിന് വിരോധം? ഇത്രയും മിഷൻ കേന്ദ്രങ്ങളുണ്ടായിട്ട് മിഷന് നിന്നെ വിടാത്തത് എന്താണെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിക്കുക. ഞങ്ങളുടെ വാക്കുകൾ സംഗ്രഹിക്കട്ടെ. നമ്മൾ ഈ തിരുപ്പട്ട ശുശ്രൂഷയുടെ പ്രധാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വലിയ പിതാവും മറ്റ് ഞാൻ ഉൾപ്പെടുന്ന 4 പിതാക്കന്മാരുമാണ് പട്ടം കൊടുക്കുന്നത്. നമ്മുടെ വലിയ പിതാവ് 752 തിരുപ്പട്ടം കൊടുത്തിട്ടുള്ള ആളാണ്. ലോകത്തിൽ വേറെ ഒരു മെത്രാനും അസാധ്യമായ 752 തിരുപ്പട്ടം. ഇന്നലെ എന്നോട് പറഞ്ഞു, വരും കൊല്ലങ്ങളിൽ ഒന്നിച്ചാണ് പട്ടം കൊടുക്കുന്നതെങ്കിൽ ഞാൻ കൊടുക്കൂടാതെ 800 ആക്കാനുള്ള പരിശ്രമത്തിലാണ്. ആ കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. വരും കൊല്ലങ്ങളിലെ ആളുകളും തൊട്ടടുത്തൊക്കെ നിൽക്കൊണ്ടല്ലോ. നമുക്ക് പിതാവിന്റെ നിർദ്ദേശം സ്വീകരിക്കുന്നത് നല്ലതാണെന്ന് നിൽക്കുന്നത്. നമ്മുടെ ഭദ്രാസനത്തിൽ പരിപിതാവും സ്വാഭാവികമായിട്ടും നമ്മുടെ രൂപതയിലെ മറ്റു പിതാക്കന്മാരും കൂടെ ഉണ്ട്. നമുക്ക് അതേക്കുറിച്ച് ചിന്തിക്കാം. ദൈവമേ അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കളെ, സ്വന്തക്കാരെ എല്ലാം തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. എല്ലാവരെയും പരിശുദ്ധ അൽഫോൻസാമയ്ക്ക് സമർപ്പിച്ച് മാധ്യസ്ഥം ധ്യാനിച്ച്